ശ്രീ എലിയാസ് ജോൺ തുറമുഖ വിദഗ്ധൻ കൂടിയാണ്. ഈ മിഷൻ സമുദ്ര പദ്ധതി നമ്മൾ പറഞ്ഞുവല്ലോ, നമുക്കിനി ഈ വാചകങ്ങളടിച്ച് സിദ്ധാന്തങ്ങൾ ഒന്നും നിന്നിട്ട് കാര്യമില്ല. വരുമാനം വേണം. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഖജനാവിലുണ്ടായിരുന്ന നീക്കിയിരിപ്പും പിന്നീട് ഒരു ധവളപത്രം വൈറ്റ് പേപ്പറായി മുന്നിലുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ അറിയാം, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി പണം കണ്ടെത്തണം. അപ്പോൾ ഈ മിഷൻ സമുദ്ര അതൊരു ഈ കടലിൽ നിന്നും കരയിലേക്ക് ഈ വികസനം വരട്ടെ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന പ്രഖ്യാപനമാണ്. ഒരു ചരിത്ര പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. അത് ഏതൊക്കെ നിലയിൽ അത് സാമ്പത്തികമായിട്ടുള്ള ഗുണം ചെയ്യും, അവിടെ ഏതൊക്കെ രീതിയിലുള്ള ഏകോപനം വേണ്ടിവരും, സംയോജിതമായി പല വകുപ്പുകളിലും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെ വേണ്ടിവരും എന്നാണ്. ആ പദ്ധതി എങ്ങനെയാണ്, പ്രഖ്യാപനത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? എനിക്ക് വലിയ അതിശയം തോന്നുന്നുണ്ട്. ഇത്രയും സമഗ്രമായി തുറമുഖത്തിന് വേണ്ടി പല ഘട്ടങ്ങളിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന LDF ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ തുറമുഖത്തിന്റെ അനുബന്ധ വ്യവസായങ്ങൾ, അനുബന്ധ മേഖലകൾ, അത് ജില്ലകൾ കടന്ന് എന്താണ് സൗത്ത് കോറിഡോർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അടങ്ങുന്ന ഒരു സദേൺ ഇക്കണോമിക് കോറിഡോർ ഈ പറയുന്ന ആഴക്കടൽ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഇതിന് മൊത്തത്തിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പാക്കും. ആ വേർഡ്സ് ഒക്കെ വളരെ വളരെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ലോകത്തിൽ തന്നെ മാരിടൈം മേഖലയിൽ വൻ ശക്തിയായി എന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു ബജറ്റ് രേഖയിൽ വായിക്കുന്നത്, കേൾക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണ് ആ വാക്കുകൾ എഴുതിയതെങ്കിൽ, വായിച്ചതെങ്കിൽ വലിയ ശുഭ പ്രതീക്ഷയാണ് കേരളത്തിന് ഈ ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബജറ്റിൽ പറഞ്ഞ തുകകൾ ഇനി 9 മാസമേ ഉള്ളൂ. ഈ 9 മാസം കൊണ്ട് ഈ തുക നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? അതിന് വരുമാനം ഉണ്ടോ എന്നുള്ളതല്ല, ഈ തുക ചെലവഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയായ ധനമന്ത്രി പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു ഓഡിറ്റ് ഉണ്ടായിരിക്കും, ഇതിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ നടത്തുന്നുണ്ടോ? അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്തിയ ഒരു പ്രഖ്യാപനമായിട്ട് നമുക്ക് തോന്നേണ്ടി വരും, തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. തീർച്ചയായിട്ടും 400 കോടി രൂപ മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിന് വേണ്ടി 100 കോടി രൂപ, സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിന് വേണ്ടി 50 കോടി രൂപ, ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി 100 കോടി രൂപ, ഏകദേശം 650 കോടി രൂപ വേണമെങ്കിൽ നമുക്ക് ഈ 9 മാസത്തിനകം ചെലവഴിച്ച് ഈ ബജറ്റിന്റെ ഇമ്പാക്ട് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഗ്രീൻ ബങ്കറിംഗ് എന്ന് പറയുന്ന, ഇന്ന് വരെ ഒരു ധനമന്ത്രി പോലും, അദ്ദേഹം മുൻ മന്ത്രിമാരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും പറയാത്തൊരു കാര്യം, ഗ്രീൻ ബങ്കറിംഗ് വന്നിട്ടുണ്ട്. തീരദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. എവിടെയാണ്? മദർഷിപ്പ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലയും വൻകിട പദ്ധതികൾ അനൗൺസ് ചെയ്യുക മാത്രമല്ല, സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക്, ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജോലിയിൽ സംവരണം നൽകി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് കപ്പൽ നിർമ്മാണശാല, 400 കോടിയുടെ പോർട്ട് സിറ്റി, ഔട്ടർ റിംഗ് റോഡ്, സദേൺ ഇക്കണോമിക് കോറിഡോർ, വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രഖ്യാപനങ്ങളാണ് ഈ പറയുന്ന ബജറ്റ്. ഞങ്ങൾ ദീർഘനാളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പോർട്ട് അധിഷ്ഠിത വ്യവസായം വരണം, ഉൽപാദനം നടക്കണം, കയറ്റുമതി നടക്കണം. ഇത് ഇവിടെ തുടങ്ങിയാലും ഇതിന്റെ ഇമ്പാക്ട് കാസർഗോഡ് വരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അതാണ് ഈ 600 കിലോമീറ്റർ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ്, 17 നോൺ മേജർ തുറമുഖങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ വൻകിട മാസ്റ്റർ പ്ലാൻ ആണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 9 മാസം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും പൊളിറ്റിക്കൽ നേതൃത്വവും ഇതിന്റെ ഫലം ജനങ്ങൾക്ക് ദൃശ്യമാക്കുവാൻ. ഒരു ടാൻജിബിൾ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കണം. അതിന് ജനങ്ങൾ വലിയ പിന്തുണ നൽകും. കാരണം അത്ര അധികം പിന്തുണ ഈ സർക്കാരിന് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഴക്കടൽ മത്സ്യബന്ധനവും ആഴക്കടൽ മദർഷിപ്പ് ഉൾപ്പെടെയുള്ള നിർമ്മാണവും അതിന്റെ ഗതാഗതവും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പരിപോഷിപ്പിക്കുക,
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ വന്നിരിക്കുന്നത്. ഇത്രയും പണം തീർച്ചയായും ആ ഏരിയയിലേക്ക് നമുക്ക് വരാം. സമഗ്രമായി തന്നെ അത് പരിശോധിക്കണം.